ഹായ്, വേടനെ ആരാണ് ഭയപ്പെടുന്നത്? വേടനെ ഭയപ്പെടേണ്ട ഒരുപാട് പേരുണ്ട്. ഒന്നാമത്തെ കാര്യം അസൂയയാണ്. പുള്ളി വിചാരിച്ചപ്പോൾ ഇത്രയധികം ഭയങ്കര ക്രൗഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഷക്കീലയോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ചരക്ക് പീസുകളൊക്കെ വന്നാൽ മാത്രമേ ഇവിടെ ഒരു ക്രൗഡ് വരികയുള്ളൂ. പിന്നെ ഉള്ളത് തൊപ്പിയാണ്. തൊപ്പിയെ വെച്ച് കമ്പാരിസൺ പോലും നടത്താൻ പറ്റാത്ത ക്യാരക്ടറുള്ള ആളാണ് വേടൻ. തൊപ്പിക്കും ഒരുപാട് രീതിയിലുള്ള പ്രോബ്ലംസ് സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതായത് ഉപ്പായുടെ ചില തീരുമാനങ്ങൾ ആ പുള്ളിയെ തനിച്ചാക്കപ്പെട്ട അയാൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള വൾഗാരിറ്റീസ് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ഉമ്മ നിസ്സഹായെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് തൊപ്പിയുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. വേടൻ്റെത് എൻ്റർലി ഡിഫറൻ്റ് ആണ്. അയാളുടെ വാക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, 25 വയസ്സുള്ള ഒരു പയ്യൻ എനിക്ക് ഇത്രയധികം ചിന്തിക്കാനും ഇത്രയധികം ഒക്കെ പറയാനും സാധിക്കുന്നെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഒന്നുകിൽ സൗഹൃദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വായനകളായിരിക്കാം, അല്ലെങ്കിൽ അനുഭവങ്ങളായിരിക്കാം. എന്തിൻ്റെ തീച്ചൂളയിൽ നിന്ന് ചുട്ടുപഴുപ്പിച്ചിട്ട് എടുത്തതാണെങ്കിൽ പോലും സ്ട്രോങ് ആൻഡ് പെർഫെക്റ്റ്. അത്ര എനിക്ക് വേടനെ പറ്റി പറയാനുള്ളൂ. വേടൻ്റെ കയ്യിൽ കണ്ടെത്തിയ കഞ്ചാവ് 6 ഗ്രാം. അത് അനുവദനീയമായ ഒരു നമ്മുടെ കയ്യിലൊക്കെ വെക്കാൻ പറ്റുന്ന അനുവദനീയമായ ഒരു ഡ്രഗ് തന്നെയാണ്. പിന്നെ അതിൽ 9 പേരാണ് പ്രതി പട്ടികയിലുള്ളത്. ഇവിടെ ഒരു MLA മകനെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ പയ്യൻ, അത് മാത്രമല്ല അവന്റെ പേരിങ്ങനെ വീണ്ടും 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 വരികയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ മേജർ രവിയുടെ പേരിങ്ങനെ പരാമർശിക്കപ്പെടുന്നുണ്ട്. മേജർ രവി ഇടയ്ക്കിടയ്ക്ക് ഒരു കൊട്ട് കൊടുക്കാറുണ്ട് എന്നുള്ളത്. ജാതീയ ബോധം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ സംഖ്യയുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ജാതീയ വർഗീയത തന്നെയാണ്. വേറെ ബാക്കിയൊക്കെ പിന്നെ സെക്കൻഡറി വരുള്ളൂ. അന്യമത ദോഷമൊക്കെ സെക്കൻഡറിയെ വരുള്ളൂ. ഫസ്റ്റ് അവന് സ്വജാതിയിലുള്ളവരെ തന്നെ പിന്നെ ഇകഴ്ത്തി പറയുന്നതിനോട് ഒരു വല്ലാത്ത സുഖം അനുഭവിക്കുന്നവരാണ് സംഘികൾ. അപ്പം ആ വിഷയവുമല്ല, ആരാണ് പുള്ളി പെടുത്തുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം എല്ലാം കെട്ടടങ്ങി. പുള്ളിക്ക് ജാമ്യം അനുവദിച്ചു. മാത്രമല്ല പിടിച്ചു വെച്ച ആ ഉരുപ്പടികൾ, പ്രത്യേകിച്ച് പുലിയുടെ അടുത്ത് വരെ ചോദിച്ച് ഇന്റർവ്യൂ എടുത്ത് റിയലൈസ് ചെയ്ത് പുലിയെ ഓടിച്ചിട്ട് പിടിച്ച് ബലാത്സംഗം ചെയ്ത ശേഷം പല്ല് പറിച്ചെടുത്ത് കഴുത്തിൽ കെട്ടി തൂക്കി കൊണ്ട് നടക്കുന്ന വേടൻ എന്നൊക്കെ പറഞ്ഞതൊക്കെ നന്നായിട്ട് അടങ്ങി. അതൊരു ഗിഫ്റ്റ് പ്രോഡക്റ്റ് ആണെന്നും അത് പുലിനഖമാണെന്നുള്ള വെരിഫിക്കേഷൻ കൊടുത്താൽ അത് പുലിനഖമല്ല എന്ന് തെളിയിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെന്നും. സോ എന്തായാലും ഇതിനകത്ത് പ്രതിസ്ഥാനത്തേക്ക് വേടനല്ല സർക്കാർ വരും എന്നുള്ള തിരിച്ചറിവും, മാത്രമല്ല പ്രതീക്ഷയേക്കാൾ നെഗറ്റിവിറ്റിയാണ് സർക്കാരിന് കിട്ടിയത്. എന്നാൽ പോസിറ്റിവിറ്റി കൂടുകയത് വേടനിക്കുമാണെന്നുള്ള തിരിച്ചറിവിൽ സർക്കാർ സമ്മതിച്ചു. ഓക്കെ, ശരി, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്. വനം വകുപ്പ് വരെ അത് പറയുന്നുണ്ട്. ഞങ്ങളൊരു ഹറിബറി നടത്തിയിരുന്നു, ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഹാഷായിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനം ഹാഷായിപ്പോയി എന്നൊക്കെ അവർ പറയുന്നിടത്ത് അവർക്ക് തെറ്റുപറ്റി എന്ന് അവർ പറയാതെ പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. വേടനെ ഇനിയും വേട്ടയാടിയിട്ട് സുഖം കിട്ടാത്ത, അല്ലെങ്കിൽ വേടനിക്ക് വേണ്ടിയിട്ട് വേടനെ ഒന്ന് തീർത്ത് കെട്ടാൻ വേണ്ടി ഇറങ്ങി നിന്നവർക്ക് നിരാശ കൊടുത്ത സംഭവത്തിൽ നിന്ന് വേടനെ വീണ്ടും വേട്ടയാടാൻ വേണ്ടി പുതിയ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കുറെ ഫെമിനിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അഫ്കോഴ്സ് ഫെമിനിസം എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ പഠിച്ച ഫെമിനിസം ഫ്രീ സെക്സിന് വേണ്ടിയിട്ടുള്ളതല്ല. ഒരു കാരണവശാലും സ്ത്രീകൾക്ക് ഫ്രീ സെക്സ് അല്ല ഫെമിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്നത് ആ ഫ്രീ സെക്സ് എന്നതിലല്ല. 100% നിലപാടുള്ള, സ്റ്റാൻഡുള്ള, സ്വയം പര്യാപ്തത നേടിയ ഒരു പെണ്ണിന് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് മനസ്സിലാകും. അതല്ലാതെ അത്യാവശ്യം കുത്തിക്കഴപ്പ് പിടിച്ച് നാട് നീളെ നടന്ന് വ്യഭിചരിക്കാൻ നടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഞാൻ പറയുന്നത് പിടികിട്ടത്തില്ല. അത് പിടികിട്ടണമെന്ന് എനിക്ക് നിർബന്ധവുമില്ല. അപ്പൊ ഫെമിനിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോക്കാൾഡ് ഫെമിനിസ്റ്റുകൾക്ക് സ്വന്തം ലൈഫിൽ പോലും ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് അവരെ പറ്റി പടുമോശം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരിക്കൽ അത് റിവീൽ ചെയ്തിരുന്നു. ഇത് ഞാൻ കുറച്ച് വെളിപ്പെടായിട്ട് പറയാത്തതെന്ന് പറഞ്ഞാൽ വീണ്ടും അതിലെ ആ ചവറിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ബട്ട് അതിനെപ്പറ്റി കൃത്യമായി ഞാൻ പറഞ്ഞു. കൃഷ്ണരാജ് വക്കീൽ സ്വന്തം ടൈം ലൈനിൽ ഇട്ടിരുന്ന ഒരു സാധനം, അതിനെപ്പറ്റി അത് എടുത്ത് വെച്ച് കേസ് കൊടുക്കാൻ പോലും പാങ്ങില്ലാത്ത 5 അംഗ സംഘത്തിലെ 2 വക്കീലന്മാരുടെ വല്ലാത്ത കെടുകാര്യസ്ഥത ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ വക്കീലിലുള്ള ഒരു കെടുവക്കീലാണ് ഇപ്പം ഈ സാധനം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത്. ഒരു പെൺകുട്ടിയുടെ മാനത്തിന് വേണ്ടി. ഇപ്പൊ സൗമ്യ കൊലക്കേസിൽ സൗമ്യക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ് മാഡം. ആർക്ക് വേണ്ടിയിട്ടെന്നറിയാമോ? ഈ വേടൻ ചെയ്ത ഒരു ബലാത്സംഗ കുറ്റത്തിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അതിന്റെ ചുരുളഴിക്കുമ്പോൾ അപ്പം എന്നോട് ചെയ്ത വയലൻസുകൾ ഏറ്റുപറഞ്ഞ് വേടൻ മാപ്പ് പറയണമെന്ന് അതിജീവിത പോസ്റ്റൊക്കെ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് പോയെന്ന് നോക്കി. ന്യൂസിൽ വന്നിട്ടുള്ള സംഗതി ഞാൻ ചെറുതായിട്ടൊന്ന് വായിക്കാമേ എന്താണെന്ന്. കഞ്ചാവ് കൈവശം വെച്ചു എന്ന കേസിലെ പ്രതിയായ റാപ്പർ ഹിരൺദാസ് മുരളിക്ക് നേരെ ഉയർന്ന മീ ടു കേസുകൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയിൽ നിന്ന് മോശം അനുഭവങ്ങൾ നേരിട്ട അതിജീവിത കേരളീയം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആരതി MR സംസാരിക്കുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിന്നുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന എനിക്ക് ഹിരൺദാസിനെതിരെ കേസിന് പോവാനോ സംഭവിച്ചത് എന്തെന്ന് തുറന്നു പറയാനോ ഉള്ള സാമൂഹിക സാഹചര്യങ്ങൾ പോലുമില്ല. ആണോ? ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിന്ന് വന്ന വെച്ചാ കേട്ടോ, കയ്യിൽ 10 പുത്തനില്ലെന്നാ പുള്ളിക്കാരത്തി പറയുന്നത്. ശരി. 2021 മറ്റ് അതിജീവിതകൾ മീ ടു പോസ്റ്റ് ഇടാൻ മുന്നോട്ട് വന്നപ്പോൾ പോലും എന്റെ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദന, അതിന്റെ ആഘാതം എനിക്ക് മനസ്സിലാക്കാൻ വീണ്ടും സമയമെടുത്തു. അപ്പൊ മീ ടു വന്ന സമയത്ത് പുള്ളിക്കാരത്തി അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയായിരുന്നു. അപ്പോഴും അത് പറയാൻ പറ്റിയില്ല.
ഈ മീറ്റു പോസ്റ്റ് ഇടാൻ പൈസയൊന്നും വേണ്ട എന്നുള്ളതിനുള്ള തടയായിരിക്കും ആ പോയിന്റ്. അത് മനസ്സിലായി. ഓക്കെ, ഞാന്ന് ഹിരൺദാസിനെതിരെ പറഞ്ഞതിൽ നിന്നും സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്ന് ഹിരൺദാസിനുണ്ട്. അന്ന് അത്രയും ഫേമസ് അല്ല പുള്ളി, ഇന്നത്തെ ഫേമസാ പുള്ളി, അതാണ് ഉദ്ദേശിച്ചത്. ഇന്ന് ഹിരൺദാസിനുള്ള കൾച്ചറൽ ക്യാപിറ്റൽ എന്ന പോലുള്ളവർക്ക് അവനെതിരെ വെറുതെ ഒന്ന് നിൽക്കാൻ പോലും പേടിപ്പെടുത്തുന്നതാണ്. പിന്നെ ആരാ ഇപ്പോ വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേടനെതിരെ നിൽക്കാൻ, ശക്തമായി നിൽക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് തന്നെയാണ്. നോണ പറയല്ലേടി കൊച്ചേ. ഞങ്ങൾ ഇപ്പോഴും കേൾക്കാൻ തയ്യാറുള്ള വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേരുണ്ട്. ഞങ്ങൾക്ക് മുഖവും പേരും ഇല്ലാത്തതിനാൽ ഒരു പരിധിക്കപ്പുറം അവരും നിസ്സഹായരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു, ഞങ്ങളോട് മാപ്പ് പറഞ്ഞതല്ലേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങിയല്ലോ എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടെ ചോദ്യങ്ങളുമായി എത്തുന്ന സ്ത്രീപക്ഷവാദി എന്ന് സ്വയം പറയുന്നവർ യഥാർത്ഥത്തിൽ ഈ ആശയത്തെ, അതിന്റെ സത്തയെ അപമാനിക്കുന്ന തരത്തിലാണ് ഇടപെടുന്നത്. കാര്യങ്ങൾക്ക് വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണോ അവർക്ക് ഇങ്ങനെ നിലപാടെടുക്കേണ്ടി വരുന്നത് സംശയവും എനിക്കുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പെൺകുട്ടിക്കെതിരെ ആരൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ ഞാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ വേറെ കാര്യങ്ങൾ ബിസി ആയതുകൊണ്ട് ഞാനില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ചിലയിടങ്ങളിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുത. ഇനിയിപ്പോൾ ആ പറഞ്ഞതാ ഞാൻ എന്നെയാണെങ്കിൽ എനിക്കതിന് മറുപടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നു. ഹിരൺദാസ് മുരളി എന്ന വേടൻ ഇതുവരെ ഞങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടില്ല. ശുദ്ധ നുണയാണ്, ചോദിച്ചിട്ടുണ്ട്. 2021 നടന്ന വിഷയം, ഇപ്പോൾ ഒരു 4 വർഷം മുമ്പ്, പോട്ടെ 5 വർഷം നമുക്ക് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യാം. 2020 നടന്ന 21 പരാതി എന്നായിരിക്കാം. ഈ 5 വർഷത്തിൽ ഇതുവരെയായിട്ടും വേടൻ മാപ്പ് ചോദിക്കാതിരുന്നിട്ടും എന്തുകൊണ്ട് പുള്ളിക്കാർക്ക് കേസ് കൊടുത്തില്ല? നോട്ട് ദ പോയിന്റ്. കേസ് കൊടുക്കാൻ കാശൊന്നും വേണ്ട. എന്തിനാ കേസ്? എന്താണ് ഈ തരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനുള്ള കേസ്, അതിന്റെ സാധ്യതകൾ, അത് നമുക്ക് വിവരിക്കാം, അതിലേക്ക് വരാം. ഹിരൺദാസ് മുരളി എന്ന ഇതുവരെ എന്നോട് മാപ്പ് ചോദിച്ചിട്ടില്ല. ബന്ധത്തിൽ ഉണ്ടാവുമ്പോൾ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്ന ഞങ്ങൾ അല്ലേ അവന് മാപ്പ് കൊടുക്കണ്ടേ? അവന് മാപ്പ് കൊടുക്കണോ? അവനത് അർഹിക്കുന്നുണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നു. അവൻ മാപ്പ് ചോദിച്ച് ഇവർ മാപ്പ് കൊടുത്തില്ല എന്നാ പറയുന്നത്. ഇതുവരെ ഹിരൺദാസ് മുരളി ചെയ്ത വൃത്തികേടുകൾക്ക് പോലും അക്കൗണ്ടബിലിറ്റി എടുക്കാനോ ഞങ്ങൾക്ക് മാപ്പ് കൊടുക്കാനോ തയ്യാറായിട്ടില്ല. അത് ശരി. അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞല്ലോ എന്ന വാദം പ്രസക്തവുമല്ല. അപ്പൊ മാപ്പ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി 2021 ചെയ്ത ഒരു തെറ്റിനെ പറ്റി അതിനെ റിലേറ്റ് ഞാൻ കുറെ സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. പുള്ളി മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അവരെടുത്തിട്ടില്ല. ആ മാപ്പ് അവരെടുത്തിട്ടില്ല. അതായത് ഇപ്പൊ വീണ്ടും മാപ്പ് പറയണം. അതായത് ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയുമ്പോൾ ഡ്രഗ് ഉപയോഗിച്ചു എന്നുള്ള ഒരു ക്യാരക്ടർ അസാസിനേഷൻ. അതിന് പുള്ളി മാപ്പ് പറയുന്നുണ്ട്. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനത് സ്റ്റോപ്പ് ചെയ്യും, ഞാൻ നന്നാവാൻ ശ്രമിക്കും എന്ന് പറയുന്നിടത്ത് യെസ്, എനിക്ക് കൺവിൻസിംഗ് ആയി തോന്നിയ ഒരു കാര്യമാണത്. ഞാൻ തീർച്ചയായിട്ടും തെറ്റ് എനിക്ക് പറ്റി, ഞാൻ തിരുത്തും. ഇല്ല എന്റെ അവകാശമാണെന്നൊന്നും പുള്ളി പറഞ്ഞില്ലല്ലോ. യെസ്, ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, ഞാനത് തിരുത്തുമെന്നാ പറഞ്ഞത്. ഇതേ സാധനം ഈ പുള്ളിക്കാരത്തേക്ക് വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാം. ഇതിനകത്ത് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം, മാപ്പ് പറഞ്ഞിട്ടും അവനെ വീണ്ടും വേട്ടയാടണമെന്ന് കർശനമായി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇതിനകത്ത് ഞാൻ ഒരു 7ഓളം പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. അത് വളരെ ലെങ്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കാത്തത്. അപ്പൊ 7ഓളം പോയിന്റ്സിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്തായിരുന്നു? ഫസ്റ്റ് പോയിന്റ് ഇവർ പറഞ്ഞത് ഇവരുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ്, സാമ്പത്തികമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇയാൾക്കെതിരെ കേസ് കൊടുക്കാത്തത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ഇപ്പോ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയാണെന്ന് വെക്കാം സപ്പോസ്, അല്ലെങ്കിൽ ഒരു പോക്സോ കേസ് ക്രൈം തന്നെ എടുക്കാം. ഇതിന് പൈസയുടെ ആവശ്യമൊന്നുമില്ല. ഒരു കംപ്ലൈന്റ്, ഒരു ഫോൺ കോൾ പോലീസ് അവൈലബിൾ ആവും. ബാക്കി എല്ലാം റെസ്ക്യൂ ഹോം ഉൾപ്പെടെ അവർക്ക് വേണ്ടി റെഡിയാക്കി കൊടുക്കും. അതായത് അവരുടെ ഫുൾ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും, സർക്കാർ വക്കീൽ വെക്കും, സർക്കാരാണ് പിന്നെ വാദിയായി നിൽക്കുക. ആ പെൺകുട്ടിക്ക് കുടുംബമായി നിൽക്കുന്നത് സർക്കാരാണ്. എല്ലാം കൊണ്ടും എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് കൊടുത്ത് അതിജീവിതയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണ്. ഇവിടെ സർക്കാർ ചോദിക്കുന്നത്. ഇൻഫാക്ട് ആ പെൺകുട്ടിക്കുള്ള എല്ലാ ചെലവും കൊടുക്കുന്നത് സർക്കാർ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിജീവിതകൾ ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കില്ലേ. അതുകൊണ്ട് സാമ്പത്തികമില്ല എന്നുള്ള കളവ് നമ്മളിവിടെ എടുത്തു ദൂരെ കളഞ്ഞിരിക്കുന്നത്. വിഷയം ഇത്രയും വൈഡാക്കിയതുകൊണ്ടാണ്. സിമ്പിളാണ്. വേടനുമായിട്ട് ഇവക്ക് നല്ല ടേമായിരുന്നു, നന്നായിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചു. ഇപ്പോൾ 25 വയസ്സ് വേടനുണ്ടെങ്കിൽ 21 എത്ര വയസ്സുണ്ടാവും? ആ പ്രായത്തിൽ ആ പയ്യനെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവളും കൂടെ പോയി അത്യാവശ്യം നന്നായിട്ട് രതിസുഖസാരം അനുഭവിച്ചതിന് ശേഷം പയ്യൻ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് ഫെമിനിസ്റ്റുകൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ ഫെമിനിസത്തിൽ ഷെഫീന ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. പിടികിട്ടിയ ഇത്തരത്തിലുള്ള ഫെമിനിസം ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. തോന്നിവാസ രൂപേണ മൂക്കത്തൊരു വളയോ ഇട്ടുകൊണ്ട് ഞാൻ ഫെമിനിസ്റ്റിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ ഫെമിനിസം എന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇക്വാലിസമാണ് ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്നത്. ആൺമേൽക്കോയ്മയുള്ള ഒരു രാജ്യത്ത്, ആൺമേൽക്കോയ്മയുള്ള ഒരു സമൂഹത്തിൽ, ആൺമേൽക്കോയ്മയുള്ള ഒരു ലോകത്ത് സ്ത്രീക്ക് തുല്യ സമത്വം ആണ് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് പൊരുതുന്നതും. അതിനെയാണ് ഫെമിനിസം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതങ്ങനെ പാടുള്ളൂ. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കൂടെ പോയി കിടക്കുകയും നീയും കൂടെ അനുഭവിച്ച രതിസുഖത്തിൽ ഒരുത്തൻ മാത്രം, അതായത് അവനെ മാത്രം പഴിചാരുന്നത് തെറ്റാണ്. രണ്ടുപേരും ഈക്വലി കുറ്റക്കാരാണ്.
നിങ്ങൾ രണ്ടുപേരും ആ വയസ്സിൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ചെയ്തതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് അവൻ മാത്രം ചെയ്തതായി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീയും തുല്യ പങ്കാളിയാണ്. നിന്നെ ബലാത്സംഗം ചെയ്തു, അതിഭീകരമായി റേപ്പ് ചെയ്തു, എന്നിട്ട് നീ എന്താ പരാതി കൊടുക്കാറുണ്ട്? APP അവിടെ കഷ്ടപ്പെടും. എന്തിനാ ഇത് ബലാത്സംഗമാണെന്ന് തെളിയിക്കാൻ. ഉഭയകക്ഷി സമ്മതപ്രകാരം രണ്ടുപേർ തമ്മിൽ നടത്തിയ സെക്ഷൽ കോണ്ടാക്ടിനെ ഒരു കാരണവശാലും മറ്റൊന്നായിട്ട് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് കോടതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകും. അതല്ലേ സത്യം? അതാണ് സത്യം. മാപ്പ് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു മോശം അവസ്ഥയുണ്ടായിരുന്നു, ആ മോശം അവസ്ഥയിൽ എന്നിൽ നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്ന് വേടൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാപ്പ് അവിടെയുണ്ട്. നീ എടുക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്യും, ഞങ്ങൾക്ക് എന്ത് കാര്യം? നിനക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോം കിട്ടിയില്ല, അല്ലെങ്കിൽ എല്ലാവരും ഇതെടുത്ത് വെച്ച് ചർച്ച ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് കുത്തിക്കഴപ്പിളവി, നിനക്കും ആ വയസ്സിൽ കാണുള്ളൂ. ആ പ്രായത്തിൽ കുത്തിക്കഴപ്പിളവി ഒരു പയ്യന്റെ കൂടെ പോയി കിടന്നു കൊടുത്ത് അവൻ നിന്റെ വീട്ടിൽ കയറി റാപ്പ് ചെയ്തല്ലോ. നീയും അവരും കൂടെ ഒരു മുറിക്കകത്ത് അടയ്ക്കപ്പെട്ടു. ആരടച്ചടേ? നിങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചടച്ചു, എന്നിട്ട് ഒന്നിച്ച് ഡ്രസ്സ് മാറ്റി, ഒന്നിച്ച് ഇടേ ഈ കളിക്കൊക്കെ റേപ്പെന്ന് പേരിടല്ലേടേ, മോശമാണടേ, മോശമാണ്. രണ്ടാമത്തത് എടുത്തുകൊണ്ട് വരാം. അതെ, APP അത് രണ്ടാമത്തത് തന്നെ. ഫെമിനിസ്റ്റ് വക്കീലിൻ്റെ അടുത്താണ് പുള്ളിക്കാരത്തി പോയിട്ടുള്ളത്. അപ്പൊ ഫെമിനിസ്റ്റ് വക്കീലച്ചി ഇത് വെച്ചൊരു പോസ്റ്റ് ഇടുന്ന നേരം കൊണ്ട്, എന്റെ പൊന്നു വക്കീലച്ചി, നിനക്കൊരു പേനയും പേപ്പറും വാങ്ങിച്ചു കൊടുക്കാൻ അറിയത്തില്ലയോ? ഒരു വെള്ള പേപ്പറിൽ വറ്റ് പേപ്പറിൽ എഴുതി കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മാത്രം മതിയെന്ന് പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണം ബുദ്ധിയും ബോധമില്ലാത്ത വക്കീലിൻ്റെ അടുത്ത് നിന്റെ അടുത്ത് ആരോട് പോവാൻ? ദളിത് ആക്ടിവിസ്റ്റ്, ദളിത് വക്കീല്, ഒരു വാഴത്തുണ്ടുമല്ല. അവളെ പോലും വെടി എന്നാണ് അയാൾ എഴുതി വെച്ചത്. കൃഷ്ണരാജ് വക്കീൽ എഴുതി വെച്ചതെന്ന് അതാണ്. ഇത് ഞാൻ പബ്ലിക്കിൽ പറഞ്ഞു, എവിടെ ആര് കേൾക്ക്, ആരോട് പറയാൻ? സ്വന്തം കാര്യത്തിന് നീതി നേടാൻ പറ്റാത്തോളാണ് വല്ലവർക്കും നീതി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ടൈം ലൈൻ ഉപയോഗിക്കുന്നത്. ഇതിനെ കണ്ടാലേ ഛർദ്ദിക്കാൻ വരും. ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല, പൊട്ട്. അപ്പൊ ആ പെണ്ണുമ്പിളെ കൊണ്ട് ഒരു പ്രയോജനമില്ല. നീ അവിടെ തള്ളിക്കയറിപ്പോ ഇരുന്നിട്ട് ഈ വായ്ത്താളം അടിക്കല്, നെടുനീളത്തിൽ ഇമാതിരി ഒരു പോസ്റ്റ് എഴുതിയിടാൻ നിന്നെ കൊണ്ട് പറ്റുന്നെങ്കിൽ നീ ഭയങ്കര പിടിക്കുക. സമ്മതിച്ചു. പിന്നെന്താ, ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട് അവനെ പിടിച്ചകത്തിടാനുള്ള അത് രണ്ടാമത്തെ ആ പോയിന്റ്. അതായത് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ആ ചെറുക്കനെ ഒന്നും കൂടെ പിടിച്ച് ജയിലിലിടണം. സിമ്പിൾ അല്ലേ? അവനെ പിടിച്ച് ജയിലിലിടാം, ഈസിയാണടി, പറ്റും. ഏതൊരാണിനെയും പിടിച്ച് ജയിലിടാൻ സിമ്പിൾ പരിപാടിയാണ്. അങ്ങോട്ട് ചെന്നിട്ട് ഇതാ എന്നെ പിടിച്ചെന്ന് പറഞ്ഞാൽ മതി. ഒരു ചെറിയ കീറലോ പരിപാടിയോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ തികഞ്ഞ് അവനെ പിടിച്ച് അകത്തിടും. തർക്കമില്ല, ജാമ്യം നിഷേധിക്കുന്ന കാര്യം. ഇവിടെ മുകേഷിന് മാത്രമേ ഒരു കൺസെഷൻ കൊടുത്തിട്ടുള്ളൂ. MLA ആയോണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ പെണ്ണിനെ ഉപദ്രവിച്ചാൽ പെണ്ണിന്റെ മൊഴി മാത്രം മതി, അപ്പോഴേ പിടിച്ച് അകത്തിടുന്ന നിയമമാണ് നമുക്കുള്ളത്. ആ നിയമത്തിൽ ഒരു ലൂപ്പ് ഹോളും അവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ വാദി പ്രതിയാവുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ദളിത് വംശജരെ സാധാരണ ആക്രമിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അവർ തങ്ങ് സഹിക്കും. അതേസമയം നമ്മൾക്കൊരു റൈറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാക്കി എടുക്കണം. എങ്ങനെയെന്നറിയാമോ? ഇപ്പൊ എനിക്ക് സമാനമായ ഒരു പ്രശ്നം നേരിട്ടതായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്നെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഇവിടെ നിരന്തരം എൻ്റെ വീട്ടിൽ നിരന്തരം പോലീസ് വരിക, എൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് പോകാൻ സ്ഥിര കളിയായിരുന്നു. അവർക്കെതിരെ കൊണ്ടൊരു ഇൻഡാസ് കൊടുത്തപ്പോൾ അവർക്ക് മതിയായി. തിരിച്ച് പ്രതികരിക്കാൻ ശേഷിയുള്ളവർ അവർ ആക്രമിക്കത്തില്ല. ദളിത് വംശജരായ ഒരാളെ ആക്രമിച്ചാൽ ഒരു കുഴപ്പമില്ലെന്ന് ഈസി ഗോയിൽ പോയവർക്ക് ഇപ്പൊ അണ്ണാക്കി കിട്ടിയിട്ടുണ്ട്. ദളിത് പിന്നോക്ക സംഘടന അത് ഏറ്റെടുത്തിട്ടുണ്ട്. വേടന് വേണ്ടിയിട്ട് അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അനാവശ്യമായി ഇതേപോലെ ഒരു കാര്യത്തിൽ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തതിന് ഈ അറസ്റ്റ് ചെയ്തവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നിയമം മൂലം അവർ തെളിയിച്ചിട്ടുണ്ട്. തെളിയിക്കാൻ പറ്റും. നമുക്ക് റൈറ്റ്സ് ഉണ്ടെന്നേ. വിത്തൗട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ലീഗലായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനെ തടയിടാനോ അതിനെ ബ്ലോക്ക് ചെയ്യാനോ ആരെ കൊണ്ട് പറ്റും? അതാ ഞാൻ പറഞ്ഞ, വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ നിയമ ഭേദഗതി അല്ലെങ്കിൽ നിയമത്തിലുള്ള ആ ഒരു പഴുത് ഞാൻ കൃത്യമായി ബോധ്യപ്പെടുത്തി തരും. ഒരാളെ കൂട്ടത്തോട് ചേർന്ന് വ്യക്തിഹത്യ ചെയ്യാനോ ഇല്ലാ കഥ പറയാനോ പറ്റത്തില്ല. ഉള്ള കാര്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ നോക്കില്ല. ഇല്ലാത്ത കഥ പറഞ്ഞ് ഒരാളെ ജയിലിൽ അടയ്ക്കാനോ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിഹത്യ ചെയ്യാനോ അയാളെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് അയാളെ പ്രോബ്ലത്തിൽ കൊണ്ടുപോകാനോ ഇവിടുത്തെ ഒരു നിയമത്തിനും പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മൗനമായി ഇരിക്കരുത്, തിരിച്ച് പ്രതികരിക്കണം, തിരിച്ച് പണി കൊടുക്കണം. അങ്ങനെ ചെയ്യേണ്ട ആവശ്യകത എന്തെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ നേരിട്ട ഈ അരാജകത്വം മറ്റൊരാൾ നേരിടുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ജീവൻ ബലിയെടുക്കേണ്ടി വരും. അങ്ങനെ ആർക്കും വരാതിരിക്കാൻ ഇങ്ങനെ ഒരു പഴുതുണ്ടെന്ന് നമ്മൾ മൂലം പറഞ്ഞു കൊടുക്കണം. നമ്മുടെ അറിവുകൾ പകർന്നു കൊടുക്കുമ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാവുക. കാട് കയറുന്നില്ല. അപ്പോൾ ഈ നിയമം അനുസരിച്ചിട്ട് ഇവൾ ഒന്ന് മൊഴി കൊടുത്താൽ മാത്രം പിടിച്ച് പൊക്കി അകത്ത് കൊണ്ടിടും. അപ്പോൾ ഇവർക്ക് ഒരു കംഫർട്ട് സോൺ വരുമല്ലോ. അതാ വേടനെതിരെ ഞാൻ മൊഴി കൊടുത്ത് ഇതാ പിടിച്ച് അകത്തിട്ടെന്ന്. പക്ഷെ അത് ചെയ്യാനൊക്കത്തില്ല. ചെയ്താൽ വേടൻ പണി കൊടുക്കും. കാരണം വേടൻ്റെ പൈസ ഉണ്ട്. വേടൻ പൈസ ഇറക്കും. പോലീസും പിന്നെ വക്കീലിനെ വെച്ച് വേടൻ കേസ് വധിക്കും. അപ്പോൾ എന്ത് കിട്ടും? പണി കിട്ടും. അതുകൊണ്ട് അവനെതിരെ കേസ് പോകാതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എഴുതി തള്ളുകയാണ്. പിന്നെ എന്താ ഡ്രോമ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇന്ത്യയിൽ? അതെ. പിന്നെ അഥവാ ഇങ്ങനെ ഒരു കേസ് കൊടുക്കുമ്പോൾ ഇത് പബ്ലിക്കിൽ പറയാനുള്ള നാണക്കേട്, അല്ലെങ്കിൽ അവൾ അനുഭവിച്ച തറോമ, അവൾ അനുഭവിച്ച പെയിൻ ഒക്കെ 4 വർഷമായിട്ട് പെയിൻ മാറിയില്ലേ? അതെന്ത് അവൻ ഡ്രഗം കണ്ട് ഉപയോഗിച്ച് കുത്തിക്കറ്റി എന്നൊക്കെയാണ് പറയുന്നത്. 4 വർഷമായിട്ടും തളർന്നില്ല. ഇത്രയും വലിയൊരു നോട്ട് എഴുതി
നിങ്ങളുടെ പിന്നെ പോർട്ടലിൽ ഇടാനും പറ്റുന്നുണ്ട്. ഈ പോർട്ടലിന്റെ ഡീറ്റെയിൽ എടുത്ത് ഫെമിനിസ്റ്റുകൾക്ക് കൊടുത്ത് അവർക്കത് ഷെയർ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ പ്രതികരണങ്ങൾ ഉടനീളം എഴുതി വെക്കാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ മണ്ടത്തരവും കള്ളത്തരവുമാണ് നമുക്ക് മനസ്സിലാവും. ട്രോമയുള്ള ഒരാളാണോ ഇത്രയും വലിയ സാധനം എഴുതിയിടുന്നത്? അതല്ലല്ലോ. ഇപ്പം അതല്ല വിഷയം. അവൻ കയറി വരുന്നു, അവൻ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ റീച്ച് ഉള്ള ഒരുത്തനായിട്ട് വരുന്നു. നിങ്ങൾക്ക് അതങ്ങോട്ട് സഹിക്കാൻ വയ്യ. ആ അസഹനീയമായ അവസ്ഥ അവനെ എങ്ങനെയും കൊടുക്കാനുള്ള നിങ്ങളുടെ വെപ്രാളത്തിന് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം. 20 വയസ്സിൻ്റെ കാര്യം നാലാമത്തതാണ്. 20 വയസ്സുള്ളപ്പോൾ അത്യാവശ്യം ഒരു പെൺകുട്ടി ചെയ്യേണ്ട കാര്യം, ആണുങ്ങളുടെ കാര്യം ഞാൻ പറയത്തില്ല, അത് യൂഷ്വലി ഇവിടുത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ അങ്ങനെയാണ്. ആണുങ്ങൾ പണി കണ്ടെത്തിയേ പറ്റുള്ളൂ, പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. വീട്ടുജോലി ഉണ്ടാക്കണം, പ്രസവിക്കാൻ പ്രിപ്പയർ ആവണമെന്ന് പറയണം. ഞാൻ അങ്ങനെയല്ല പറയും. 20 വയസ്സുള്ള ഒരു പെൺകുട്ടി നിത്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം നേടേണ്ടത് സ്വയം പര്യാപ്തതയാണ്. സ്വയം പര്യാപ്തത നേടുക എന്നതിനപ്പുറം മറ്റൊരു കാര്യത്തിന് നിങ്ങൾ നിൽക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ ദേഹത്തൊരു വെട്ട് കിട്ടുന്നു, ഭയങ്കര പെയിനാണ്, എക്സ്ട്രീം ലെവൽ പെയിനാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുമ്പോൾ, വേദന കിട്ടുമ്പോൾ വരുന്നത്. ഈ പെയിൻ നമ്മൾ സഹിക്കാറില്ലേ? അതുപോലെ ഒരു സഹനം നമ്മുടെ സെക്ഷൽ നീഡിനുണ്ടാക്കിയെടുക്കണം. ഈ വേദന സഹിച്ചാൽ മാത്രമേ ആ വേദന മുറിവ് കരിഞ്ഞ് ഉണങ്ങി നമുക്ക് കംഫർട്ട് ആകുള്ളൂ. ആ കംഫർട്ട് ആകാൻ നമ്മൾ ആ വേദന അതിഭീകരമായി സഹിക്കും. ആ സഹനം ആ വയസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്താൽ ലൈഫിലുടനീളമുള്ള പ്രോബ്ലത്തിന് നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും. കാരണം നമ്മൾ ആ വയസ്സിൽ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വീട്ടുകാർ പറയുമ്പോൾ നമുക്ക് 90 മനസ്സും അവർക്ക് 10 മനസ്സും, അവരുടെ 10 മനസ്സ് നമ്മുടെ 90 മനസ്സിനെ മിക്സപ്പ് ചെയ്ത് വിവാഹം എന്ന ഒരു സാധനത്തിലേക്ക് എടുത്തു ചാടി, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ തേടുന്ന ഒരു സംഗതിയിലേക്ക് എടുത്തു ചാടുമ്പോൾ നശിപ്പിക്കപ്പെടുന്ന നിങ്ങളുടെ ജീവിതം മുഴുവൻ ആണ് എന്ന് ഓരോ പെൺകുട്ടിയും തിരിച്ചറിയണം. ആ പ്രായത്തിൽ ചെയ്യേണ്ടത് വ്യക്തിത്വവും ആ നിലപാടോടും കൂടി തൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അല്ല വേടന് പോയി കിടന്നു കൊടുക്കുകയല്ലേ ചെയ്തതെന്ന്. വേടൻ്റെ ഒപ്പം പോയി സെക്ഷൽ സാറ്റിസ്ഫൈഡ് ആയ ശേഷം അവൻ ദേഷ്യം വന്നപ്പോൾ എന്താ കുത്തിക്കയറ്റി എന്നാ പറയണേ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് കേസ് കൊടുക്കുകയോ അതിനെതിരെ ആക്ഷൻ എടുക്കുകയോ അവൻ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് അവന് മാപ്പ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ വന്ന് ഇത് പറയുന്നത് ശുദ്ധ അസംബന്ധം, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് ഫെമിനിസം എന്ന് പറയത്തില്ല. ഇത് യാതൊരു രീതിയിലും കൺസിഡറേഷനോ അർഹിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് ചുരുക്കാം. ഇനി എന്താണ് വയലന്റ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 5ാമത് എന്താ പറഞ്ഞിരുന്നത്? ഇത് സോഷ്യൽ മീഡിയയിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വേടൻ മറ്റൊരു റിലേഷൻഷിപ്പിലാണ്, സ്വസ്ഥമായി പോകുന്നു, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അവനെതിരെ ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് അവൾ ഇറങ്ങിയിട്ടുള്ളത്. അത് മാത്രവുമല്ല, സോഷ്യൽ മീഡിയ ഒക്കെ അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. സത്യമായ കാര്യങ്ങൾക്കെല്ലാം അക്സെപ്റ്റൻസ് കിട്ടൂ. നീ ഇരുന്ന് വായ്ത്താളം പറഞ്ഞാൽ നിന്നെ പിടിച്ച് വെച്ച് സോഷ്യൽ മീഡിയ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പോലും ഇപ്പൊ നിന്നെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ശല്യം സഹിക്കാൻ കഴിച്ചിട്ട് കലിയാള വീട്ടാണ്. അല്ലെങ്കിൽ നിന്നെ എടുക്കേണ്ട കാര്യമില്ല, നീ വേസ്റ്റാണ്. പിന്നെന്തായിരുന്നു അമ്മയെ പറ്റി പറഞ്ഞത്? അവൻ സ്വന്തം അമ്മയെ പറ്റി അപവാദം പറഞ്ഞത്. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴത്തേക്ക് സുമാരി അമ്മയെ പോലുള്ള അമ്മമാര് അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മയെ പോലുള്ള അമ്മമാര് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എൻ്റെ അമ്മയൊക്കെ ടെററാണ്. ഞാൻ പറയൂ, അത് ടെററാണ്. അമ്മ ഒരു ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷൻ വരെ അടിക്കും. അമ്മാതിരി അടിയൊക്കെ നമുക്ക് കിട്ടും. ചിലർക്ക് അങ്ങനെയും മനസ്സിലാവുള്ളൂ. ചില അമ്മമാർ അങ്ങനെയാണ്. ചില അമ്മമാർ മൊന്നേ പൊത്തേ എന്നെ പോലെ. എൻ്റെ മക്കളുടെ അങ്ങനെയാണ്, പൊന്നേ പൊത്തേ എന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെയല്ല, കൊടുക്കേണ്ട സമയത്ത് കൊടുത്താൽ ആ സ്ട്രെങ്ത് ഉണ്ടാവും. അമ്മമാർക്ക് ധൈര്യം ഉണ്ടാവണം, ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, കൃത്യമായി ഗൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. വേടന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകുന്നത് അങ്ങനെ ഒരു അമ്മയായിരിക്കാം. ഒരു പക്ഷേ അവർക്ക് അവരുടെ കാര്യങ്ങൾക്കായിരിക്കും പ്രിഫറൻസ് കൂടുതലുണ്ടാവുക. മക്കളെ നമ്മൾ താലോലിച്ച് പാമ്പർ ചെയ്ത് വളർത്തിയാൽ കുട്ടികൾ ഭാവിയിൽ ഒരുപാട് കഷ്ടപ്പെടും. മക്കളെ അവരുടെ നിലയിൽ എക്സ്പീരിയൻസ് ചെയ്ത് വളർത്തിയാൽ ഇതുപോലുള്ള സ്ട്രോങ് ക്യാരക്ടറായിട്ട് വരും. വേടൻ്റെ അമ്മ പെർഫെക്റ്റ് ആണെന്ന് തെളിയിക്കാൻ വേടനെ മാത്രം നോക്കിയാൽ മതി. പക്ഷെ വേടനിക്ക് അത് വേദനാജനകമായൊരു ബാല്യമാണ്. അത് അവൻ്റെ വാക്കുകളിൽ കൂടെ പറയാം. അതിനിപ്പോൾ എന്താ അമ്മയെ കുറ്റം പറയാൻ പാടില്ലെന്നുണ്ടോ? അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ വിളിച്ചു പറയും. അതാണ് ഉത്തരവാദിത്തം, അതാണ് വ്യക്തിത്വം. അതുകൊണ്ട് ആ ഭാഗം ഞാൻ പാസ് ഔട്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തെന്താ? ഇതിൽ ഇവള് പറയുന്നത് എന്താണ്? മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി പറയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടെന്നോ? അല്ല, ഈ 7ാമത് പറഞ്ഞൊരു വിഷയം എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പേയ്മെന്റ്, അതിനെ റിലേറ്റ്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിമ്പിൾ കാര്യമാണ്. ഇവർ തമ്മിലൊരു സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. സെക്ഷൽ കോണ്ടാക്റ്റിൽ രണ്ടുപേരും വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് രണ്ടുപേരും തമ്മിൽ എന്തോ കശ്മീരിൽ തെറ്റി. ഈ തെറ്റലിൽ വേടൻ കുറച്ച് ഹാഷായിട്ട് അവളോട് ഇടപഴകി. ആ ഇടപഴകിൽ അവൾക്ക് നടക്കാൻ പോലും പറ്റാത്തവണ്ണം വേടൻ അവളെ റേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് റേപ്പാണെങ്കിൽ റേപ്പിനെതിരെ കേസ് കൊടുക്കുക. അതിന് ആ പണിഷ്മെന്റ് ഉണ്ടാവും. അവനെ പിടിച്ച് ജയിലിട്ട് റിമാൻഡിൽ പോകും. 14 ദിവസം അവിടെ കിടക്ക് ഇറങ്ങി വരും. പക്ഷേ വേടൻ തിരിച്ച് കേസ് കൊടുക്കും. അപ്പം നിനക്കത് അവിടെ തെളിയിക്കേണ്ടി വരും. ഉഭയകക്ഷി സമ്മതപ്രകാരം നീ അവനെ റേപ്പ് ചെയ്യാൻ അനുവാദം കൊടുത്തു എന്നാ പറയുക. ഉഭയകക്ഷി സമ്മതപ്രകാരം റേപ്പ് ചെയ്യാണ് ഓൾമോസ്റ്റ് മിക്ക റിലേഷൻഷിപ്പിൽ നടക്കുന്ന റേപ്പ് തന്നെയാണ്. കാരണം രണ്ട് പാർട്ട്ണർ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യേണ്ട ഒന്നാണ് ഇണചേരൽ. ഈ ഇണചേരലിൽ ഒരാൾ മേൽക്കോയ്മത്ത വഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ റേപ്പ് എന്ന് തന്നെയാണ് ഞാൻ പറയുക. രണ്ടുപേരും സമ്മതത്തോടു കൂടി സന്തോഷത്തോടു കൂടി ചെയ്യുന്നതിന് ഇണചേരൽ എന്ന് പറയും. അപ്പോൾ ഈ ഒരു സംഗതിയിൽ
ഇതുവരെയും അവൻ നിന്നെ റേപ്പ് തന്നെയാണ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീയാണ് ഏറ്റവും വലിയ ഫ്ലോപ്പ്. ഈ ഒരു വിഷയത്തിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ തനിച്ചു പോയി. അപ്പോൾ സിനിമയെ കാണുന്ന കണക്ക് കോടതി നിറച്ച ആളിരിക്കും, എന്നിട്ട് അവർ അങ്ങനെയല്ല. ഇതിനൊക്കെ ഒരു പ്രൈവസി ഉണ്ട്. ഇരയ്ക്ക് പ്രൈവറ്റ് ആയിട്ട് റൂം കൊടുക്കും, അവിടെ പ്രൈവസി ആ ഒരു ബേസിലാണ് നമ്മൾ മൊഴി കൊടുക്കുക. കോടതിയിൽ ജഡ്ജിന്റെ മുമ്പിൽ തനിയെ റൂമിൽ തനിച്ച് നമുക്ക് മൊഴി കൊടുക്കാം. അത്രയും ഫെസിലിറ്റീസ് ഇരകൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ഓരോ രീതിയിലുള്ള നിയമപരമായ നടപടിക്ക് മുൻപോട്ട് പോകാത്ത ഈ സ്ത്രീക്ക് ഒരൊറ്റ ഇന്റൻഷനേ ഉള്ളൂ, വേടനെ നശിപ്പിക്കുക എന്നുള്ളത്. ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. അവന്റെ ഒരു പ്രായപൂർത്തിയായ ലെവലിൽ അവന് ഇഷ്ടമുള്ളവരോട് സമ്മതത്തോടു കൂടി സെക്സിൽ ഏർപ്പെടുന്ന ഒരു തെറ്റായിട്ട് ഈ സമൂഹം കൺസിഡർ ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല. വിവാഹ ഇതര ബന്ധങ്ങൾ, വിവാഹം കഴിഞ്ഞ ശേഷം മറ്റൊരാളുമായിട്ടുള്ള ബന്ധം തെറ്റാണ്. അതിന്റെ കാരണം നമ്മുടെ കൂടെ ഒരു പാർട്ട്ണറുണ്ട്. ആ പാർട്ട്ണറുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാളെ ഇണയാക്കുന്നത് ആ പാർട്ട്ണറോട് ചെയ്യുന്ന ചതി തന്നെയാണ്. വിവാഹത്തിന് മുമ്പ് ഇയാളെ എനിക്ക് പാർട്ട്ണർ ആക്കാൻ സാധിക്കുമെന്ന് തോന്നലുണ്ടെങ്കിൽ അയാളുമായിട്ടൊരു ഇണ ചേരാൽ ഒരു തറ്റുമില്ലാത്ത കാര്യമാണ്. അങ്ങനെ വേടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്താ പ്രശ്നം ഇരിക്കുന്നത്? ഈ സ്ത്രീ പൂർണ്ണമായും കളവുകളാണ് പ്രചരിപ്പിക്കുന്നത്. ഇതിന് ഫെമിനിസത്തിനെ കൂട്ടുപിടിക്കുകയും ഫെമിനിസ്റ്റുകൾ അതിനുവേണ്ടി അലമുറയിടുകയും ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളുക, ഫെമിനിസം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഫ്രീ സെക്സിന് വേണ്ടി ഫെമിനിസത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് എഗൻസ്റ്റ് ഇപ്പുറത്ത് നല്ല പോലെ ഫെമിനിസം മനസ്സിലാക്കി ബൂസ്റ്റപ്പ് ചെയ്ത് നിൽക്കുന്ന ഫെമിനിസ്റ്റുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം. വേടൻ ഒരു വികാരം തന്നെയാണ്. അത് സവർണർക്കെതിരെ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, ജാതീയ അവബോധം ഇന്നും നിലനിൽക്കുന്ന ഒരു വൃത്തികെട്ട സാധനമാണ്. അത് നശിപ്പിക്കപ്പെടണമെന്ന് അംബേദ്കർ മാത്രമല്ല ആഗ്രഹിച്ചത്, ആ വിഭാഗത്തിൽ ജീവിച്ചു മരിച്ച ഒരുപാട് മനുഷ്യർ ആഗ്രഹിച്ചിട്ടുണ്ട്. ഉയർന്ന രീതിയിൽ ജീവിക്കുന്നവരും താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരും ഫിനാൻഷ്യൽ സാമ്പത്തിക ഭദ്രതയില്ലായ്മ കൊണ്ടുള്ള ഒരു ഉച്ചനീചത്വം നമുക്ക് അലോഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ കഴിവുകേടാണ്. പണം സമ്പാദിക്കാനുള്ള ഒരുത്തൻ്റെ എബിലിറ്റിയും പണം സമ്പാദിക്കാൻ കഴിയാത്ത ഒരുത്തൻ്റെ എബിലിറ്റി ഇല്ലായ്മയുമാണ് അതിനകത്ത് കാണുക. അതിനപ്പുറം ജാതീയപരമായിട്ടുള്ള വേർതിരിവ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ഒരു രീതിയിലുള്ള ഉച്ചനീചത്വം അംഗീകരിക്കാനേ പറ്റത്തില്ല. സാമ്പത്തിക അടിസ്ഥാനത്തിൽ നിയമത്തിന്റെ മുമ്പിലും പറ്റില്ല. നിയമത്തിന്റെ കണ്ണ് കെട്ടിയിരിക്കണം. അപ്പോൾ സാമ്പത്തുണ്ടോ ഇല്ലയോ, കള്ളനോ കുള്ളനോ ഒന്നും അറിയത്തില്ല. അവിടെ നീതിക്കാണ് വാല്യൂ. പക്ഷേ അങ്ങനെ പോലും നിങ്ങൾ ഒരു കൺസിഡറേഷൻ കിട്ടിയാലും ഈ ഒരു വിഷയത്തിൽ ഇല്ല എന്നാണ് ചുരുക്കം. വേടൻ പറയുന്നത് നെഞ്ചിലേക്ക് കൊള്ളുന്നത് പല നെറികെട്ട വർഗ്ഗങ്ങൾക്കാണ്. സവർണബോധം തലയിൽ കയറിയ വൃത്തികെട്ടവന്മാർക്കാണ്. ലൈഫ് ഓഫ് അനന്തു 2-3 വീഡിയോ ചെയ്തിരുന്നു വേടനെതിരെ. ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, അവന്റെ ഉള്ളിലുള്ള സവർണബോധമാണ് അവനെ കൊണ്ട് വേടനെതിരെ സംസാരിപ്പിച്ചത്. എത്ര നികൃഷ്ടമായാണ് ആ പയ്യനെ ആക്രമിച്ചതെന്ന് അറിയാമോ? അതാണ് ഞാൻ തിരിച്ചു പറഞ്ഞ അവൻ്റെ പേര് ഞാൻ അന്ന് പറയാതിരുന്നത് വേണ്ടാന്ന് തോന്നിയിട്ടാണ്. പക്ഷെ ഇപ്പം ഞാനത് ഓപ്പണായിട്ട് പറയണം. ഇനി ധൈര്യമുണ്ടെങ്കിൽ പറയട്ടെ, അപ്പോഴറിയാം അതിന് കൃത്യമായ മറുപടി എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. 6 ഗ്രാം മയക്കുമരുന്ന് കൊണ്ട് അവനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ച, അവനെ ഈ പെണ്ണിനെ കൊണ്ട് നശിപ്പിക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ഏത് വേട്ടാവളിയന്മാർക്കും മറുപടി ഉണ്ടാവും. സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ശ്രീകുമാർ, അവനിക്ക് മനസ്സിലായിട്ടില്ല ഇവൻ ആരാണ്. അവൻ പാടുന്ന പാട്ടിന് അത്രയും മാധുര്യമുണ്ട് എന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ മാത്രം കഴിവല്ല. വേടൻ പറയുന്നതും വേടന്റെ വാക്കുകളും വേടന്റെ രാഷ്ട്രീയവും ഇത്രയധികം മനുഷ്യൻ നെഞ്ചിലേറ്റിയത് അത് അവനെ മനസ്സിലായതുകൊണ്ടും അവന്റെ വാക്കുകൾക്ക് ആ വീര്യമുള്ളത് കൊണ്ടുമാണ്. അവനെ അടിച്ചമർത്താനും മോശപ്പെടുത്താനുമായി ഇറങ്ങി നിൽക്കുന്ന എല്ലാ നികൃഷ്ട ജന്മങ്ങളോടും ഒറ്റ വാക്കേ പറയാനുള്ളൂ, നടുവിരൽ നമസ്കാരം. ഈ പെണ്ണിനും അത് തന്നെയാണ് എൻ്റെ മറുപടി. ചുമ്മാ വായ്ത്താളടിക്കാൻ പോയി കേസ് കൊടുത്താൽ ഓനെ പിടിച്ച് റിമാൻഡിലിടും. തിരിച്ചിറങ്ങി അവൻ നിനക്ക് നെട്ടിൻ്റെ പണിയും തരും. കുത്തിക്കഴപ്പുണ്ടെങ്കിൽ ദേ ഇവിടുത്തെ ബോട്ടമായി വിളിച്ചാൽ മതി. ഓള കയ്യിൽ ഈ പ്രോഡക്റ്റ് വിൽപ്പനയ്ക്കുണ്ട്. അത് വാങ്ങിച്ചിട്ട് അത്യാവശ്യം നീക്കുപോക്കുകൾ നടത്തുക എന്നതിനപ്പുറം ചുമ്മാ നടക്കുന്ന പയ്യന്മാരെ കാണപ്പോൾ എന്തേരി അവൻ തളിത് വംശജനാണെന്നും അവൻ്റെ കയ്യിൽ അത്യാവശ്യ ഫണ്ടുണ്ടെന്നും അത് വെച്ച് താൽക്കാലികമായി നമുക്ക് സുഖങ്ങൾ അനുഭവിക്കാമെന്നും കരുതുമ്പോൾ അതിൽ നിന്ന് അവൻ മുൻപോട്ട് പോകുമെന്ന ചിന്താധാര ഇല്ലാതെ വരുമ്പോൾ നല്ല ഭംഗിയായി അവനെ തേപ്പിച്ചിട്ട് അവനെ മോശപ്പെടുത്തിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവന് മനസ്സിലായെടുത്ത് നിന്നോട് അവൻ ഹാഷായി പെരുമാറുമ്പോൾ അതിനും അവനെ കൊണ്ട് നീ മാപ്പ് പറയിച്ചിട്ടും പിന്നെയും കലി അടങ്ങാതെ അവനെ പിന്തുടരുന്നുണ്ടെങ്കിൽ നീയാണ് വിഷമെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. ഫെമിനിസം വേണ്ട. നിന്റെ കൂടെ കൂടിയിരിക്കുന്ന ഫെമിനിറ്റിക്ക് സ്വന്തം ഐഡന്റിറ്റിയിൽ ഒരു പ്രാവശ്യം ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മനസ്സിലാവുന്ന കാര്യമുണ്ട്. കളവുകൾ കൊണ്ട് ആരുടെയും മനസ്സിലേക്ക് ഇടം നേടാനാവില്ല എന്നുള്ളത് തിരിച്ചറിവാണ്. രണ്ടാമത്തെ കാര്യം, ആ സ്ത്രീക്ക് സെൽഫായിട്ട് പോലും സ്വന്തമായിട്ട് പോലും ഒരു നീതി നേടിയെടുക്കാൻ പറ്റാത്ത സ്ത്രീ ഒരു രീതിയിൽ ഇപ്പം ഒരു വക്കീൽ ഉദ്യോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ഡോക്ടറിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ല, ചികിത്സിക്കാൻ അറിയണം. അറ്റ്ലീസ്റ്റിൻ്റെ ബേസിക് എങ്കിലും അറിയാം. അതുപോലും അറിയാത്ത ഒരു സ്ത്രീയാണ് അവരെന്നുള്ളതിൻ്റെ തെളിവാണ് എനിക്കൊരു പേനയും പേപ്പറും പോലും തരാത്തത്. ഈ പരാതി എഴുതി പോർട്ടലിൽ പബ്ലിഷ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇവർ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഞാൻ മറന്നു പോയതാണ് എൻ്റെ ഇടയ്ക്ക്. ഇവരുടെ പോർട്ടലിനെ പറ്റിയിട്ട് ഏതോ ഒരു ഫെമിനിസ്റ്റ് എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നത് 25 വർഷത്തെ പഴക്കമുണ്ടെന്ന് ആ പോർട്ടലിന്. ആ വാഴയാണ്, ഉണ്ടയാണ്. ഇവിടുത്തെ 2008 ആദ്യത്തെ ഓൺലൈൻ പോർട്ടൽ വന്നിട്ടുള്ളത്. അത് മലനാടൻ്റെതാണ്. മലനാടൻ പോർട്ടൽ വന്നിട്ട് ഇപ്പോൾ 17 വർഷമായിട്ടുള്ളൂ. എൻ്റെ അറിവിലും എൻ്റെ നോളജിൽ 17 വർഷമാണ് ഓൺലൈൻ പോർട്ടൽ ആദ്യമായിട്ട് വന്നത് മറുനാടൻ കയ്യിലാണ്. പിന്നെ ഇവൾ 25 വർഷം എന്ന് പറയുമ്പോൾ ആകാശം അവൾ സ്വപ്ന ലോകത്താണ്. യഥാർത്ഥത്തിൽ കഞ്ചാവ് ഈ പെണ്ണാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്.
വേടന നീതിക്ക് വേണ്ടി വേടൻ്റെ തന്നെ വംശജരായിട്ടുള്ള അല്ലെങ്കിൽ ദളിത് പിന്നോക്ക അവസ്ഥ അങ്ങനെ എന്തോ ഒരു സംഘടന അവർ മുൻപോട്ട് വന്നിട്ട് അതിനെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത്രയേ ഉള്ളൂ. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിത് പറഞ്ഞത് തീർച്ചയായിട്ടും പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീപക്ഷവാദികളായ പിന്നെ ഫെമിനിസ്റ്റുകൾ പോലും വേടന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. അവരെ തിരിച്ചുവിടാൻ അല്ലെങ്കിൽ അവരെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ പെണ്ണ് എഴുതിയിട്ട ഈ പോസ്റ്റും ഇതിനെ റിലേറ്റ് ചെയ്തും ഫേസ്ബുക്കിൽ കിടന്ന് നടക്കുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ്. ഞാനിത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓഫ് കോഴ്സ് ഐ ആം പ്രൗഡ് ദാറ്റ് ഐ ആം എ ഫെമിനിസ്റ്റ്. താങ്ക് യു.